ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ബൈ രബിലാഷിന്റെ ഫൗണ്ടർ രബിലാഷ് സാറും അതുപോലെ ആക്സിസ് ഇൻഷുറൻസിന്റെ നിതീഷ് സാറുമാണ്. ഗുഡ് ഈവനിങ്. ഇപ്പോൾ ചില ആളുകൾക്കെങ്കിലുള്ള ഒരു ധാരണയാണ് ഈ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അതൊരു എക്സ്ട്രാ ചെലവാന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്ത ഒരാൾക്ക് പോലും ക്ലെയിം ചെയ്യാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഒരു അസുഖത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് ഒരാളും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഒരാൾക്ക് പോലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരിക്കലും ഒരു ആഡംബരമല്ല, അത് അത്യാവശ്യമാണ്. കാരണം ഒരു കുടുംബത്തെ കടക്കണിയിൽ നിന്നും രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു പോംവഴി ഇന്ന് ലോകത്ത് നിലവിലില്ല. ഈ ചോദ്യം പല ആൾക്കാർ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 15,000-20,000 രൂപ ഇൻഷുറൻസ് അടച്ചത് കൊണ്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല, എനിക്കത് നഷ്ടമല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 20,000 രൂപ അടച്ചിട്ട് എനിക്ക് 3 ലക്ഷം രൂപ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി തരുന്നുണ്ട്. അത് ഞാൻ അടച്ച 20,000 രൂപ കൊണ്ടല്ല, അതുപോലുള്ള 100 ആൾക്കാർ അടച്ച പൈസ കൊണ്ടാണ് എനിക്ക് 3 ലക്ഷം അവർ തരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ചിന്തിക്കാൻ പാടുള്ള ഒരു പാലിയേറ്റീവാണ്. അതായത് നമ്മളെ കുറേ ആൾക്കാരെ കൂടി സ്വരൂപിച്ചൊരു ഫണ്ട് കൊണ്ടാണ് കുറേ ആൾക്കാർ ചികിത്സ കിട്ടുന്നത്. ആ രീതിയിൽ ഈ ഒരു ഇൻഷുറൻസിനെ കാണാൻ പാടുള്ളൂ. അല്ലാതെ ഞാൻ അടച്ച 20,000 രൂപ കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഇല്ല, ലാഭമില്ല, നഷ്ടമില്ല എന്ന് ചിന്തിക്കേണ്ട അർത്ഥമില്ല.